എല്ലാവർക്കും നമസ്കാരം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസുകളിൽ നിന്നും വായ്പ എടുത്തവർക്ക് കൃത്യമായി ഓൺലൈൻ റീപേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളതനുസരിച്ച് കൃത്യമായിട്ട് റിപ്ലൈ നൽകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം google.com കയറുക. അതിനുശേഷം KSBCDC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഞങ്ങളുടെ സൈറ്റ് കാണാം, www.ksbcdc.com എന്ന് പറയുന്ന സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ലോൺ റീപേയ്മെൻറ്റ് SBI കളക്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ താഴെ ഓൺലൈൻ പേയ്മെൻറ്റ് SBI കളക്ട് എന്ന് കാണാം, പേ ഓൺലൈൻ എന്ന് കാണാം. പേ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ ഒരു SBIയുടെ ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ താഴെ നിങ്ങളുടെ ലോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതൊരു ജില്ലയിലാണെങ്കിലും നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തവർക്ക് അവരവരുടേതായിട്ടുള്ള ലോൺ നമ്പർ ഉണ്ടാവും. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡമ്മി ലോൺ നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ലോൺ നമ്പർ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ താഴെ ഫെച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ലോൺ എടുക്കുന്നതിനായി നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ ഡീറ്റെയിൽസ് വരും. നിങ്ങളുടെ നിങ്ങളുടെ പേര് വരും, മൊബൈൽ നമ്പർ എല്ലാം വരും, നിങ്ങളുടെ സ്കീം എല്ലാം കാണിക്കും. ഇവിടെ താഴെ നിങ്ങളുടെ റീപേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ നിങ്ങളുടെ എത്രയാണ് എമൗണ്ട് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കൊടുക്കുക. അപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം 1 രൂപയാണ് കൊടുക്കുന്നത്. അവിടെ ഞാൻ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ABCD എന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ പേര് കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ്. ഈ ഡേറ്റിൻ്റെ റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുക്കാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൊടുത്ത ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡമ്മി ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഡേറ്റ് 1/8/2021 ഞാൻ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നില്ല. മൊബൈൽ നമ്പർ കൊടുത്താൽ അതിനകത്തേക്ക് നമ്മുടെ ആ മെസ്സേജ് നിങ്ങൾ വാട്സാപ്പിലും നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും, സക്സസ്ഫുള്ളായിട്ടുള്ള മെസ്സേജ് വരും. പിന്നെ ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് അതിനകത്തേക്ക് വരും. അതിൻ്റെ താഴെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രീഡ് എന്ന് പറയുന്നൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ 3 അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. കൊടുത്തു, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി വരുന്നു. അവിടെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം SBIയുടെ. അതേപോലെ കാർഡ് പേയ്മെൻറ്റ് ഉപയോഗിക്കാം, അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, പ്രീപെയ്ഡ് കാർഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ചിലതിലൊക്കെ അതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബാങ്ക് ചാർജസ് വരുന്നുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ 12.98 വരുന്നുണ്ട്. അതർ ബാങ്ക് ഡെബിറ്റ് കാർഡിലാണെങ്കിൽ വേറെ ചാർജസ് ഒന്നും വരുന്നില്ല. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM കം ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ചാർജസ് ഒന്നും വരുന്നില്ല. നെറ്റ് ബാങ്ക് ആണെങ്കിൽ 17.7 റുപ്പീസ് ബാങ്ക് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലതിലൊക്കെ അതിൻ്റെ ബാങ്ക് ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് UPI ഉപയോഗിച്ചുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ അതർ പേയ്മെൻറ്റ് മോഡിൽ UPI ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റിൽ നമ്മളിവിടെ ക്ലിക്ക് ഹിയർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 2 എണ്ണം കാണിക്കും. ഒന്ന് VPIയും ഒന്ന് QR കോഡും കാണിക്കും. VPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയുടെ UPI അഡ്രസ്സ് നമ്മൾ ഗൂഗിൾ പേ തുറന്നിട്ട് നമ്മുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ UPI അഡ്രസ്സ് കാണാം. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഡയറക്റ്റ്ലി റിക്വസ്റ്റ് വരികയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻ്റ് ആണ്.
അപ്പോൾ ഇവിടെ QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റിൽ നമുക്ക് 5 മിനിറ്റ് സമയമാണുള്ളത്. 5 മിനിറ്റ് സമയമാണുള്ളത്. അപ്പോൾ ഈ 5 മിനിറ്റ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിഡിറ്റി കഴിയും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ ഈ VPA ക്ലിക്ക് ചെയ്തിട്ട് QR കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് 5 മിനിറ്റ് തന്നെ കാണിക്കും. പിന്നെ ഇവിടെ ഒരു SBI റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, DUL എന്ന് പറഞ്ഞൊരു റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ റെഫറൻസ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഈ QR കോഡ് വരുന്നു. ഈ QR കോഡ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഗൂഗിൾ പേ വെച്ചിട്ട് വേണം സ്കാൻ ചെയ്യാനായിട്ട്. കാരണം സ്വന്തം ഫോണിൽ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് നമ്മുടെ ഗാലറി മുഖാന്തരം ചെയ്യുമ്പോൾ മാക്സിമം 2000-ൽ കൂടുതൽ എമൗണ്ട് പോവാറില്ല. കാരണം അത് SBIയുടെ സെർവർ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ സെർവർ അത് അനുവദിക്കുന്നില്ല, SBI ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ഗൂഗിൾ പേ ഞാനിപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. തൽക്കാലം നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ വേറെ ഫോൺ വെച്ച് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിനകത്ത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസീപ്റ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ റെസീപ്റ്റ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ റെസീപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓഫീസിൽ വരുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ നിന്ന് പതിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ UPI വെച്ചിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, അല്ലെങ്കിൽ ഫോൺ പേയോ, അല്ലെങ്കിൽ പേടിഎമ്മോ ഏത് വെച്ചിട്ടാണെങ്കിലും സ്കാൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പകൾ കൃത്യമായി ഓൺലൈൻ രീതിയിൽ നമ്മൾ അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ കമൻറ്റ് മുഖാന്തരം രേഖപ്പെടുത്താവുന്നതാണ്. അതിന് ഞങ്ങളതിൻ്റെ റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.